ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ രുചികരമായ ഒരു തക്കാളി രസം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. പാചകത്തിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്പെടും. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് രസ പൗഡർ ചേർക്കുക. ഇത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി പൊടികളൊന്ന് നന്നായിട്ട് ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി 4 മുറിച്ചത് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ വേവിക്കാം. അതിനുശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പോരാത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തക്കാളി രസമാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പം മഴ സമയമായതുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. പിന്നെ ഞാനിവിടെ ഒരു മെഴുക്ക് പുരട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയതാണ്. അതില്ലാതെയും നമുക്ക് ഈ ചോറ് കഴിക്കാം. ഈ ഒരു രസം മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.